നന്നായി. ഗുരുദക്ഷിണ ഗംഭീരമായി. ചാർലി. അമ്മേ സത്യ. മിണ്ടണ്ട. ബോംബെയിലെ ഭാനുമതിയുടെ മകൻ സത്യചന്ദ്രനാണിതെന്ന് നീ സാക്ഷ്യപ്പെടുത്താൻ പോവായിരിക്കും. വേണ്ട. ഡോണ്ട് ട്രൈ ടു സേ എനിത്തിങ്. ഇവനെ ഇങ്ങോട്ട് അയച്ച ആള് തന്നെയാ വിളിച്ചു പറഞ്ഞത്. ജീർണിച്ച മനസ്സുള്ള ഒരു ആർക്കെ നായർ. അയാളുടെ ശിങ്കടിയാണ് ഇവൻ. തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്ന് സർക്കസും പാട്ടുമായി നടക്കുന്ന ഒരു നാടോടി. അമ്മേ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? ഓ അപ്പുറത്ത്, അപ്പുറത്തേക്ക് പോകാൻ. ആരുടെ ജീവനാ നിനക്ക് വേണ്ടത്? എന്റെയോ അതോ അവളുടെയോ? വിളിച്ച് അശുദ്ധമാക്കരുത് ആ വാക്ക്. പരിപാവനമായ ആ പദം പറയാൻ എന്ത് അർഹതയാ നിനക്കുള്ളത്? അമ്മയാണത്രേ. ഏതമ്മ? ചെയ്ത പാപത്തിന്റെ ഭാരം വഴിയിൽ എവിടെയോ വലിച്ചെറിഞ്ഞവളല്ലേ നിന്റെ അമ്മ? ഏതമ്മയാ നിനക്ക് ജന്മം തന്നത് അറിയോ? നിനക്ക് അച്ഛനാരാണെന്നറിയോ? ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും എന്തെങ്കിലും അറിയോ നിനക്ക്? അറിയില്ല. അതുകൊണ്ടാ ഇപ്പൊ ഒരു അമ്മയുടെ സന്തോഷവും സംതൃപ്തിയും നശിപ്പിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തിരി പണത്തിന് വേണ്ടി. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും. നീയല്ലല്ലോ സ്വപ്നം കാണുന്നത്. നിനക്ക് വേണ്ടി ഇപ്പോ മറ്റുള്ളവരല്ലേ സ്വപ്നങ്ങളും സത്യങ്ങളും ഉണ്ടാക്കുന്നത്. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ആണോ? ഞാൻ കരുതിയിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന്. എന്റെ ഒരു മകളെ മറുപക്ഷത്ത് എത്തിച്ചില്ലേ നീ? ഇനിയിപ്പോ ഇവളെയും നീ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആ കാല് പിടിക്കാൻ ഞാനാണിപ്പോ നിന്റെ കാല് പിടിക്കേണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ എന്റെ മകനെ പോലെ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ നീ തുടക്കം മുതലേ നീ എന്നെ വഞ്ചിക്കായിരുന്നു, കബളിപ്പിക്കായിരുന്നു. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചാർലി, ഒരു മകളെ നഷ്ടപ്പെട്ട അമ്മയാണ് ഞാൻ. ഒരപേക്ഷ എനിക്കുള്ളൂ. സ്നേഹവിശ്വാസമൊക്കെ പോട്ടെ. ഇത്രയും നാൾ ഞാൻ നിനക്ക് തന്ന സംഗീതത്തെങ്കിലും നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ മകളെ എനിക്ക് വിട്ടു തരില്ലേ? ചാർലി, ഇതെന്താ പെട്ടെന്ന് ഈ നേരത്ത്? പെട്ടെന്നൊന്നും വരേണ്ടി വന്നു. വന്നത് എന്തായാലും നന്നായി. ഡ്രസ്സൊക്കെ മാറ്, ഞാൻ കഞ്ഞി എടുത്തു വെക്കാം. വേണ്ട, കഴിക്കാനൊന്നും വേണ്ട. അതെന്താ? പുറത്തുനിന്ന് വല്ലതും കഴിച്ചിട്ട് വന്നോ? ഇല്ല, ഒന്നും വേണ്ട ഉമ്മേ, വിശപ്പില്ല. ചാർലി ഉണ്ടായത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പാ. അല്ലെങ്കിൽ നിന്റെ ഈ വരവ്, ഈ ഭാവം കാണാൻ വയ്യെങ്കിലും ആ മുഖത്തുള്ള ഭാവം ഇപ്പോഴെന്താന്ന് എനിക്കറിയാം. നീ ഒളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എപ്പോഴും ഞാൻ കണ്ടുപിടിക്കാറുള്ളതല്ലേ ചാർലി? പറ, എന്തുണ്ടായി? ഞാനും മാനസയും തമ്മിലുള്ള ഇഷ്ടം സുഭദ്രാമ്മ അറിഞ്ഞു. അതുകൊണ്ടാണോ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? പ്രേമിച്ചത് തെറ്റാണെന്ന് തോന്നിയോ ചാർലി നിനക്ക്? അങ്ങനെയല്ല, അവരെ നേരിടാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോ മാനസി? അവളും ആകെ വിഷമിച്ചിരിക്കുക. ഉമേ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാനസിയെ മറക്കാൻ കഴിയുന്നില്ല. എന്തിനാ മറക്കണേ? മറക്കാതെ ഇരിക്കല്ലേ വേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ വിളിച്ചാ മാനസി ഇറങ്ങി വരുമോ? വരും. അവിടം വിട്ട് അവളിപ്പോ എന്റെ കൂടെ വന്നാലെന്താ? വിളിച്ചിറക്കിക്കൊണ്ട് വരണം. ഇവിടെ ചിലപ്പോ അവക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നമുക്ക് പലകപ്പാണ്ടിലേക്ക് പോയിക്കൂടെ? ഞാൻ നോക്കൂലേ മാനസിയെ, എന്റെ അനുജത്തിയെ പോലെ. വാ, നീ വന്ന് വല്ലതും കഴിക്കേ.
സുഭദ്രേ. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കണേ? 5 ദിവസം ഇല്ലുള്ളൂ ഇനി പ്രോഗ്രാമിന്. ഊണും ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ ആദ്യ പിടിച്ചിരുന്ന കാര്യം നടക്കോ? എന്താ ഞാൻ ചെയ്യേണ്ടത് ഉപ്പേ? എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? എന്റെ സംഗീതം പോലും എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? എന്തുപേക്ഷിച്ചെന്നാ നീ പറയണേ? ആരുപേക്ഷിച്ചെന്നാ നീ പറയണേ? ഓർമ്മയുണ്ടോ നിനക്കെല്ലാം? എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയും എന്നേക്കുമായി നമ്മളെ തനിച്ചാക്കി പോയ കാലം. അന്ന് നിനക്ക് വയസ്സ് 7. നിന്നെ അനുജന്മാരെയും പോറ്റി വളർത്തിയത് ഈ ഓപ്പയാ. ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പിന്നെ നിന്റെ സംഗീതം നമ്മളെ രക്ഷിച്ചു. നീ പ്രശസ്തയായി. ലോകം മുഴുവൻ നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു. ഇത്രയും കാലം നീ പറയുന്നത് അനുസരിച്ച് നടന്നവരാ ഞങ്ങൾ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സുഭദ്രേ. ഓപ്പ പറയും. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? പോയവരൊക്കെ പൊക്കോട്ടെ. മാനസിയില്ലേ ഇവിടെ? നീ പറഞ്ഞ അവള് കേൾക്കും. ഞാനും കൂടി പറയാം. പറഞ്ഞില്ലേ ഇപ്പോ 101 പ്രാവശ്യം പറ്റില്ല എന്ന്? പിന്നെയും പിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്തിനാ? മോളെ, ഞാൻ പ്രോഗ്രാംകാരോട് എന്താ ഞാൻ പറയാ? എന്ത് വേണമെങ്കിലും പറയാം. പ്രോഗ്രാം ഉണ്ടാക്കിയത് അമ്മയാണല്ലോ. ഇപ്പൊ ഒക്കെ നശിപ്പിച്ചതും അമ്മ. ഇങ്ങനെ വാശി പിടിച്ചാല്? വാശിയാണെങ്കിൽ വാശി. എന്ന് സ്വാർത്ഥത ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. പണത്തിന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആർത്തി. സ്വന്തം കാര്യം മാത്രം. ഉപദ്രവിച്ച് അച്ഛൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്തിനു പോയെന്ന്. ഒരു ഇത്തിരി സ്നേഹവും വാത്സല്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ സനുചേച്ചി ഇറങ്ങി പോവില്ലായിരുന്നു. ഒരു വാക്ക് ചെന്ന് പറഞ്ഞാൽ സനുചേച്ചി വിജയന് വരുമായിരുന്നു. പറയില്ലല്ലോ. പറഞ്ഞാൽ സംഗീത ചക്രവർത്തിനിയുടെ കിരീടം അടഞ്ഞു പോവില്ലേ? മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ ഞാൻ. എനിക്കറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ പോയി വിളിക്കാന്ന്. ഇപ്പൊ ചാർലിയെ ഇറക്കി വിട്ടിട്ട് എന്നോട് പറയാൻ വരുന്നു വേറൊരാളെ കണ്ടുപിടിക്കാന്ന്. ആരെ കണ്ടുപിടിക്കും? ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾ കുറെ. അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ. ഞാനില്ല. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവസാനമായിട്ട് ചാർലി വരുമെങ്കിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാം. ചാർലി വരുമെങ്കിൽ മാത്രം. മനസ്സിലായില്ലേ? ഇനി തീരുമാനിക്കേണ്ടത് അമ്മയാ. എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ ചാർലി ഇല്ലാത്തൊരു ഡാൻസിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്.